വില്ലന്റെ പ്രണയം. രചന ലേഡി ഹിറ്റ്ലർ. അവതരണം അഷിക. മാലിക്കിന്റെ താവളം. ഏകദേശം സമയം 1 മണിയോടടുക്കുന്നു. മാലിക്കിന്റെ ആളുകൾ പതിവ് കലാപരിപാടികൾ മുഴുകിയിരിക്കുകയാണ്. കള്ളും കഞ്ചാവും പെണ്ണുമായി പുരോഗമിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുത്. 20നോടടുപ്പിച്ച് പ്രായമുള്ളൊരു പെൺകുട്ടി കുറെ കിരാതകന്മാരുടെ ഇടയിൽ തൻ്റെ മാനത്തിനു വേണ്ടി കെഞ്ചുകയാണ്. അവളുടെ ദയനീയതയോ കരച്ചിലോ ഒന്നും അവരുടെ മുന്നിലേശിയില്ല. ഡാ മതിയട അതിനിട്ട് കളിപ്പിച്ചത്, ഇങ്ങ കൊണ്ടുപോവാ അവളെ, കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിപ്പിക്കുന്നവൻ പറഞ്ഞു. നല്ല കിളുന്ത് പെണ്ണ്, തൊട്ടാ പൊട്ടുന്ന പ്രായം, നല്ല ഇളം മേനിയുള്ള പെണ്ണ്. അവളുടെ കണ്ണിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ക്രൂരതയോർത്ത് വേദന നിറഞ്ഞു. അതിലൊരുവൻ അവളുടെ ഡ്രസ്സ് വലിച്ചു കീറാനാനതും പുറത്തു കിടന്ന അവരുടെ വണ്ടികൾ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. മാലിക് തന്റെ തോക്കുമായി താഴേക്ക് വന്നു. ഡാ, എന്താണ് ശബ്ദം? പോയി നോക്ക്. എല്ലാവരും തോക്ക് കൊടുത്ത് പുറത്തേക്ക് പതുക്കി അടിവെച്ച് നടന്നു. ആ പെൺകുട്ടി ഒരു സൈഡിലേക്ക് മാറിയിരുന്നു. കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. എല്ലാവരും ജാഗ്രതയോടെയിരുന്നു. പൊടുന്നനെ കരണ്ട് പോയി. ആ ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് പോയി നോക്കടാ, മാലിക് അലറി. കൂട്ടത്തിലൊരുവൻ കയ്യിലെ ഫ്ലാഷ് ലൈറ്റ് ജനറേറ്റർ നോക്കാനായി പോയി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അലർച്ച കേട്ട് എല്ലാവരും ഞെട്ടി. അവിടേക്ക് ഓടിച്ചെന്നവൻ ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശവം. ഏതവനാടാ അത്? ചൂണയുണ്ട്, നേരെ വാടാ. ഒരുത്തൻ ഇരുട്ടിലേക്ക് നോക്കി വെല്ലുവിളിച്ചു. പൊടുന്നനെ അവന്റെ മേലേക്ക് എന്തോ വന്നു വീണു. അയാളുടെ അലർച്ച ചുറ്റിനും മുഴഞ്ഞു കേട്ടു. എല്ലാവരും ഒരുമിച്ച് നിൽക്ക്. ആ ഇരുളിൽ നിന്നും ആരോ നടന്നു വരുന്നതായി അവർക്ക് തോന്നി. ആ സമയം കരണ്ട് വരികയും ചെയ്തു. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് എല്ലാവരും ഒന്ന് പകച്ചു. നീയോ? നീ ചത്തെന്ന് പറഞ്ഞിട്ട്? മാലിക് നിന്നലറി. ചുറ്റിനും നിന്നവർ ഭയത്തോടെ അവനെ നോക്കി. ഒരുവൻ പറഞ്ഞു, ഈശ്വർ. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കടിച്ചു പിടിച്ചവൻ പറഞ്ഞു, ഞാൻ ചാവുന്നത് താങ്ങുണ്ടോ? മാലിക് ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുകയാണ്. നീ എന്നെ അങ്ങ് കൊലത്താമെന്ന് കരുതിയല്ലേ? ഈശ്വർ കൂളായി നിന്ന് പറഞ്ഞു, എന്റെ കൂടെ നിന്ന് എന്റെ ആൾക്കാരെ കൊന്നുതല്ലേ നിന്നെ പിന്നെ ഞാൻ പൂജിക്കണോ? ഈ മാലിക്കിനെ നിനക്കറിയില്ല. ബോംബെ തെരുവിലൂടെ അലഞ്ഞു നടന്ന നീ കണ്ടവന്മാർക്ക് പെണ്ണിനെ കൂട്ടിക്കൊടുത്തു മയക്കുമരുന്ന് കടത്തിയതിലൂടെ മറ്റു പണം സമ്പാദിച്ചു കൂട്ടിയിട്ട് ദിനേശ് എന്ന നീ ഒരു സുപ്രഭാതത്തിൽ മാലിക്കായി മാറി. മാലിക് ഞെട്ടി. തന്റെ കൂടെയുള്ള ആർക്കും അറിയാത്ത രഹസ്യമാണ് ഈശ്വർ പറഞ്ഞത്. ഇനിയുമുണ്ട് പറയാൻ. ഇവിടെ നീ വന്നത് വലിയൊരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? മാലിക്കിനെ നെറ്റിയിൽ കൂടി വിയർപ്പൊഴുകി. ഇവിടെ നിനക്ക് തെറ്റുപറ്റി. നിനക്ക് പറ്റിയ തെറ്റെന്താണെന്നറിയോ? നിന്റെ ശത്രുവിനെ നീ വില കുറച്ച് കണ്ടു. അതാണ് നിന്നെ എന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഈശ്വർ ഒരു പുക വലിച്ചെടുത്ത് വിട്ടു. കൊന്നു തള്ളു! മാലിക് അലറി. ഒരുവൻ ഈശ്വറിന് നേരെ ഗണ്ണ് ചൂണ്ടി കാഞ്ചു വലിക്കാൻ ആനതും അവന്റെ നെറ്റി തുളച്ചൊരു ബുള്ളറ്റ് കടന്നുപോയി. എല്ലാവരും ചുറ്റിനു നോക്കി. ആരെയും കാണാനില്ല. ഈശ്വർ പുഞ്ചിരിച്ചു. വെറും കൈയോടെ ഞാൻ ഇവിടേക്ക് കയറി വരുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി മാലിക്? എനിക്ക് നേരെ തിരിയുന്നതിന് മുമ്പ് എന്നെ പറ്റിയും തിരക്കിക്കൂടായിരുന്നു. ഓരോ പുകയും ആസ്വദിച്ചെടുത്തവൻ പറഞ്ഞു. മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നിന്റെ വലം കൈയായിരുന്ന ശരവണനില്ലേ, അവനങ്ങ് പരലോകത്തേക്ക് അയച്ചത് ഞാനാ. അവന്റെ മരണമാണ് നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്. ഇത്തവണ മാലിക് നല്ലതുപോലെ വിയർത്തു. അവനെ വില കുറച്ച് കണ്ടത് അബദ്ധമായെന്നവന് തോന്നി. അത് പുറത്ത് കാണിക്കാതെ ബാക്കിയുള്ളവരോടായി പറഞ്ഞു, പോയി കൊന്നു കൊല വിളിക്കണവനെ. അത് പറഞ്ഞതും മാലിക്കിന്റെ കയ്യിലെ തോക്ക് വെടിയേറ്റ് ദൂരേക്ക് തെറിച്ചു വീണു. അവന്റെ അടുത്തേക്ക് അടുത്തവരുടെ എല്ലാവരുടെയും തലയിൽ വലിയ തുളയുണ്ടാക്കി ബുള്ളറ്റ് കടന്നുപോയിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അവിടം ശവങ്ങളാൽ നിറഞ്ഞു. മാലിക് ആദ്യമായി ഭയം എന്താണെന്നറിഞ്ഞു. നിനക്കെന്താ വേണ്ടത്? എന്നെ കൊല്ലരുത്. ഞാൻ നിന്നെ എന്റെ വലം കൈയാക്കാം. നമുക്ക് ഈ ലോകം മുഴുവൻ
നമ്മുടെ കൈവെള്ളയിലാക്കാം. അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. അവൻ കൗതുകത്തോടെ അയാളെ നോക്കി നിന്നു. എന്നാൽ പൊടുന്നനെ കയ്യിൽ തളഞ്ഞ കത്തി അയാൾ അവന് നേരെ വീശി. അതവന്റെ നെഞ്ചിൽ നല്ല രീതിയിൽ വരഞ്ഞു കടന്നുപോയി. ശരീരം വേദനിച്ച അവൻ്റെ ഉള്ളിലെ മൃഗം പുറത്തു വരും. കണ്ണുകൾ ചുവന്നു. വായിലെ സിഗരറ്റ് അവൻ തുപ്പിക്കളഞ്ഞു. നെഞ്ചിലെ ചോര കൈവച്ചെടുത്ത് ഒന്ന് രുചിച്ചു. ഈ ചോരക്ക് ഒരു പ്രത്യേക രുചിയാണ്. രക്തത്തിൻ്റെ ഗന്ധം എന്നെ വല്ലാതെ മത്ത് പിടിപ്പിക്കും. അവൻ്റെ പ്രവൃത്തികൾ ഭയത്തോടെയാണ് മാലിക് നോക്കിക്കണ്ടത്. ചിരിച്ചുകൊണ്ട് അവൻ മാലിക്കിൻ്റെ അടുത്തേക്ക് എന്നു. ഓഫറുകൾ കഴിഞ്ഞോ? എനിക്ക് തരാമെന്ന് പറഞ്ഞ കൊച്ചി പോർട്ടോ? ആ, അത് ACP തീർത്താൽ തരാമെന്നായിരുന്നല്ലേ. ഞാനതങ്ങ് മറന്നു. പുള്ളി ICUലാക്കാനേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് പോട്ട് നീ തരണ്ട. അവൻ പറയുന്നത് കേട്ടപ്പോൾ തൻ്റെ കൂടെ നിൽക്കാൻ അവൻ സമ്മതിച്ചെന്ന് കരുതി അവൻ ആശ്വസിച്ചു. ഞാനായി എടുത്തോളാം. അത് കേട്ടതും മാലിക് അവനെ നോക്കി. ഈശ്വർ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കയ്യിലെ കത്തി അയാളുടെ കൈവച്ച് തന്നെ കഴുത്തിൽ കുത്തിയിറക്കി. ക്ഷണനേരം കൊണ്ട് ഇത്രയും നിറഞ്ഞു. മാലിക് ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് കഴുത്തിൽ നിന്നും ചോര പുറത്തേക്ക് വമിച്ചു. അവസാനം ഒരു പിടച്ചിലോടെ അയാൾ എന്നേക്കുമായി കണ്ണുകളടച്ചു. അവൻ മുകളിലേക്ക് നോക്കി അലറി. ശേഷം തൻ്റെ ഷർട്ടൂരി മൂലയിൽ ഇതെല്ലാം നോക്കി പേടിച്ചരണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ നേരേക്ക് കൊടുത്തു. ഇതിട്ടോളൂ. ഇവിടെ നടന്നതും കണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം പുറത്തേക്കിറങ്ങാൻ. ശാന്തമായി അവൻ പറഞ്ഞു. താങ്ക് യു ചേട്ടാ. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അല്പനേരം ആലോചിച്ചിട്ട് അവൻ അവളുടെ നെറുകയിൽ തലോടി. തൻ്റെ ഓഫീസിലെ നമ്പർ കൊടുത്തു. എല്ലാം ഒന്ന് അടങ്ങിക്കഴിയുമ്പോൾ നിനക്ക് ജോലി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ പറയുന്നത്. കോൾ എടുക്കുക. നില എന്ന് പറയുന്ന ഒരാളായിരിക്കും. ഈശ്വരേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. അവൾ വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി അവളുടെ വീട്ടിൽ കൊണ്ടേയാക്കി. അഖിൽ അവനെ നോക്കി. എന്താണ് നോക്കുന്നത്? അവൻ അഖിയോട് ചോദിച്ചു. ഇതുവരെ ഇല്ലാത്ത രീതിയൊക്കെ കണ്ടപ്പോൾ നോക്കിപ്പോയതാണ്. അതിനവൻ ഉറക്കെ ചിരിച്ചു. നീ എന്താകി കരുതിയത്? ഇത്രയും നാളില്ലാത്ത സഹജീവി സ്നേഹം എനിക്കുണ്ടായെന്നോ? ഒരിക്കലുമില്ല. അവിടെ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ ഏക ദൃസാക്ഷിയാണ് അവൾ. നമുക്കെതിരെ അവൾ തിരിയാതിരിക്കാൻ ബന്ധങ്ങളിലൊരു ചെറിയ വേലി തീർത്തതാ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. സ്വന്തം എന്ന് തോന്നൽ വന്ന ജീവൻ പോയപ്പോലും ഒറ്റില്ല. ആ ഫീലിങ്സിനെ ഞാനിവിടെ ഒന്ന് മുതലെടുത്തു. അതും പറഞ്ഞവൻ നെഞ്ചിലെ മുറിവിൽ മരുന്ന് വെച്ചു. ഇഷി, അതൊരു കഴിവുകേടോ കുറവോ അല്ല, നല്ലൊരു ഗുണമാണ്. നിനക്കത് കുഴപ്പമായി തോന്നും. ഇതെല്ലാം മാറ്റി പറയുന്നൊരു ദിവസം വരുമായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വരില്ല. ഇപ്പൊ നീ സന്തോഷിക്കേ. ഈ കൊച്ചിയിലെ കിരീടം വെക്കാത്ത രാജാക്കന്മാരാ നമ്മൾ. ഈശ്വർ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു. അഖി അവന്റെ കല്ലിച്ചു പോയ മനസ്സിനെ ഓർത്ത് പരിതപിച്ചു. അവന്റെ മനസ്സ് അങ്ങനെ ഒന്നും മാറില്ല. പാവം എൻ്റെ ഈശി. അഖി ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഡാ, വിക്കിയോട് പറഞ്ഞേക്ക് കുറച്ച് ഡേയ്സ് ഇവിടെ നിന്നൊന്ന് മാറിയിക്കാൻ. അവന്റെ എയിമിങ് കുറച്ചുകൂടി ഷാർപ്പാകാനുണ്ട്. പ്രാക്ടീസ് കൂട്ടാൻ പറയണം. ഒരു ബുള്ളറ്റ് എനിക്ക് കൊള്ളേണ്ടതായിരുന്നു. അഖിലൊന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അവൻ കണ്ണുകളടച്ചു കിടന്നു. മനസ്സിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. വണ്ടി ഓടിച്ചിരുന്ന അഖിൽ പൊടുന്നനെ വണ്ടി ചവിട്ടി നിർത്തി. എന്തു നടക്കോപ്പേ? പതുക്കെ ചവിട്ടിക്കൂടെ? ഞാനൊന്ന് മയങ്ങാൻ തുടങ്ങുമായിരുന്നു. നശിപ്പിച്ച്. അഖിൽ അവനെ ശ്രദ്ധിച്ചില്ല. അവന്റെ നോട്ടം പോയ ദിശയിലേക്ക് ഈശ്വർ നോക്കി. ആരോടെ സംസാരിച്ചു നിൽക്കുന്നില്ല. മറ്റേയാളെ വ്യക്തമല്ല. അവർ ശബ്ദമുണ്ടാക്കാതെ അടുത്തേക്ക് വന്നു. നില, നീ എവിടാ? പെട്ടെന്ന് അവർ നാലിഞ്ഞെട്ടി. ഈശ്വറും അഖിലും ഇരുട്ടിലേക്ക് മാറി. നിലയുടെ കൂടെ ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറി. സൂര്യ, ഞാനിവിടെയുണ്ട്. നീ അവിടെ എന്തെടുക്കുവാ? ഐസ്ക്രീം വാങ്ങാന്നും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് എന്നെയും വിളിച്ചോണ്ട് ഇവിടെ വന്ന നീയ. എന്നിട്ട് നീ ഇതെവിടെ പോയി വിളിച്ചതാ? എന്റെ പൊന്ന് സൂര്യക്കുട്ടി, ഞാൻ അവിടെ എന്തോ ശബ്ദം കേട്ട് എന്താന്ന് നോക്കാൻ പോയതാ. നീ വാ, നമുക്ക് അവിടേക്ക് ഇരിക്കാം. കുറച്ചു മുമ്പിൽ കണ്ട വഴിയോര ബെഞ്ച് കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു,
അവൾ മുന്നിൽ നടന്നതും ഞാൻ തിരിഞ്ഞ് മറ്റേയാൾക്ക് നിർദ്ദേശം കൊടുത്തു. എൻ്റെ ചെയ്തികളെല്ലാം ഈശ്വർവാഗിയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവർ പോയത്. ഇപ്പം എങ്ങനെയുണ്ടാകി? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അഗി അവൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നോട്ടം സൂര്യയിലുടക്കി നിന്നു. ഓ, ഈ കഴുത! അവൻ അഗിയുടെ തലക്കെട്ടൊന്ന് കൊടുത്തു. ആ, എന്തോന്നാടാ? മര്യാദക്കൊന്ന് നോക്കാനും സമ്മതിക്കില്ല. എന്തോന്ന് ഇരിക്കുന്നു ഇതിനും മാത്രം കാണാൻ? ഓ, നീ ഒന്ന് നോക്ക്. നിലാവുള്ള രാത്രി, മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ആ കളിയും കുസൃതിയൊക്കെ അറിയാതെ നോക്കിയിരുന്നു പോകും. അഗി സൂര്യയെ നോക്കി പറഞ്ഞപ്പോൾ ഇഷയുടെ കണ്ണുകൾ അറിയാതെ നിലയിൽ പാറി വീണു. ഇന്ന് വരെ അവൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മനസ്സിൽ കൂടി ഓടിപ്പോയി. അവൻ അവളുടെ കരിമിഴി എഴുതി കണ്ണുകളിൽ നോക്കി നിന്നു. ഇളങ്കാറ്റിൽ മുഖത്ത് പാറി വീഴുന്ന മുടി ചെവിയുടെ സൈഡിലേക്ക് മാറ്റിവെക്കുന്നത് നോക്കി നിൽക്കവെയാണ് ഇടതുവശത്തേക്ക് ചെവിയുടെ കുറച്ച് താഴെ, കഴുത്തിലുമല്ല എന്നാൽ ഒരുപാട് മാറി കവിളിലുമല്ലാതെയുള്ള ഒരു മറക്കിൽ അവൻ്റെ കണ്ണുകളുടക്കിയത്. അതിലേക്ക് ഉറ്റുനോക്കി നിൽക്കവേ അവൻ്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം പോലെ തോന്നി. അവനൊന്ന് പതറി. പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് അടുക്കുന്ന നേരത്തെ കണ്ട വ്യക്തി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ സൂര്യ കാണാതെ അയാൾക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു. അവൻ അഗിയെ നോക്കിയിട്ട് അയാളുടെ പിന്നാലെ വെച്ച് പിടിച്ചു. പറ്റിയ സാഹചര്യം ഒത്തുവന്നപ്പോൾ അയാളെ പൊക്കി അയാളെ ബോധം കെടുത്തി വണ്ടിയിൽ കെട്ടിയിട്ട് ഈശ്വർ വരുമ്പോഴേക്കും ഇതൊന്നും അറിയാതെ അഗി അവളെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. അവർ തിരികെ പോകുന്നത് വരെ അവർ അവിടെ തന്നെ നിന്നു. ഈശ്വർ നിലയെ നോക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അറിയാതെ നോട്ടം അവളിൽ വീണുകൊണ്ടിരുന്നു. ഉള്ളിലെ വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ അതിനെ അവിടെ വെച്ച് ഉപേക്ഷിച്ച് തിരികെ വണ്ടിയിൽ കയറി. തുടരും.